നടക്കും ചെയ്യ നടക്കും ചെയ്യും. ഞാൻ നിങ്ങളെ ഈ നീന്തൽപ്പഴം കണ്ടുകാണ്ട് 8 നിസ്കരിച്ചിട്ട് മൈസറി ചെല്ലുമ്പോൾ അള്ള ചോദിക്കാണ് എന്നോട് ഇടപെടവേണ ഈ തറാമി നിസ്കരിച്ചോ നിസ്കരിച്ച് എത്ര നിസ്കരിച്ച് 8 നിസ്കരിച്ച് 8 മക്കത്ത് എത്രടാ 20 പതിയത്ത് എത്രടാ 20 വൈത്തൽ മുക്കദ്സിൽ എത്രടാ 20 ബാപ്പുക്ക് തങ്ങൾ എത്ര പാലക്കാട് തങ്ങൾ എത്ര ഈ കെ ഉസ്താദ് എത്ര എ പി ഉസ്താദ് ഇവരൊക്കെ 20 നിസ്കരിച്ചിട്ട് 8 നിസ്കരിച്ച് ഇടുക്കള ബാക്കി 12 എന്ന് അള്ള പറഞ്ഞ നിങ്ങൾ തരുവാക്കിയാലേ അന്ന് ആചാരം അവിടെയാണ് മുങ്ങിയത്. പിന്നെ ഇവിടെ അടുത്തെവിടെയെങ്കിലും പൊന്തിയിട്ടുണ്ടോന്ന് ഞാനറിയാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ കുട്ടിന്റെ അടുത്ത് ആയത്തും ഹദീസൊന്നുമില്ല, കുട്ടിന്റെ അടുത്തുള്ളത് നാടനാണ്. ഞാൻ പറയുന്നത് നമ്മൾ നിൽക്കുന്നത് ഏതിൽ നിൽക്കണം, നമ്മളെ മനസ്സിനൊരു ഉറപ്പുള്ളിൽ നിൽക്കണം. 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചാൽ ആ 20 ലോകം മുഴുവനും ആയത്തും ഹദീസൊക്കെ അവിടെ നിൽക്കട്ടെ. അത് വിവരമുള്ളവർ പറയുമ്പോൾ നമുക്ക് പ്രമാണം പഠിക്കാം. ഞാൻ സാധാരണക്കാരോട് ചോദിക്കാം, ലോകത്ത് മുഴുവനും നിസ്കരിക്കുന്ന തറാവീഹ് 20 ലോകത്ത് മുഴുവനും മരണ വീട്ടിൽ ഖുർആൻ പാരായണാണ്. എവിടെയാണ് ഖുർആൻ പാരായണമില്ലാത്ത മരണ വീട്? ഏത് രാജാവ് മരിച്ചിട്ടാണ് അറബ് രാജ്യത്ത് ഖുർആൻ ഓതാത്തത്? ജീവിച്ചിരിക്കുന്ന തെളിവുകൾ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉണർന്നോ, ഈമാൻ തെറ്റിപ്പോകണ്ട. അല്ലാഹുവിന്റെ റസൂല് നമുക്ക് സമാധാനത്തിന് പറഞ്ഞു, ഇഖ്റഊ മൗതാക്കും സൂറത്ത യാസീൻ, മരണമാസന്നമായവർക്കും മരണപ്പെട്ടവർക്കും നിങ്ങൾ യാസീൻ ഓദിക്കോ. ഓ പ്രിയപ്പെട്ടവരെ, നമ്മളെ നാമാക്കി പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട പിതാവ് അല്ലാഹ്. എന്റെ വാപ്പ മരണപ്പെടുന്നത് 84-ാമത്തെ വയസ്സിലാണ്. അള്ളാഹു വാപ്പയുടെ ആഖിറം നന്നായി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാപ്പ മരിക്കുന്ന സമയത്ത് എന്നോട് 1 മാസം ലോകത്തിൽ കിടന്നപ്പോ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് വേറെ വിഷമങ്ങളൊന്നുമില്ല. വാപ്പ എല്ലാ മാസവും 6 ഖത്തം തീർക്കുന്ന ആളാണ്. ഖുർആൻ 6 ഖത്തം തീർക്കും എല്ലാ മാസം. രോഗമായി 1 മാസം കിടന്നപ്പോ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ഈ 1 മാസം ഖുർആൻ ഖത്തം തീർക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, അത് ഏറ്റെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ വാപ്പാരി മഴയിൽ കയറിയിട്ട് മരം മുറിച്ചിട്ട് പട്ടിണി കടന്നിട്ട് ദുബായിൽ പോയിട്ട് മലേഷ്യയിൽ പോയിട്ട് സിംഗപ്പൂരിൽ പോയിട്ട് ഈ ആചാരം ഞാൻ 10 വർഷം മുമ്പ് കാണുമ്പോ ആരോഗ്യവാനായിട്ട് കണ്ടതാ. ഇപ്പൊ അയാളെ കണ്ടപ്പോൾ ശരിക്കും നിൽക്കാൻ വയ്യ, രോഗാണെന്നോ അള്ളാഹു ശിഫ കൊടുക്കണം. ഇങ്ങനെ ഓരോ ആളുകളും പരിശോധിച്ചു നോക്കിയാൽ പ്രായമുള്ള ആളുകൾ എത്ര കഷ്ടപ്പെടുന്ന മക്കളെ പോറ്റാൻ. ഓ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളെ കഷ്ടപ്പെട്ട് പോറ്റിയ വാപ്പ നമ്മളെ ഓമനിച്ച് താലോലിച്ച് പോറ്റി വളർത്തുന്ന കാലത്ത് നമ്മളെ ഉമ്മാക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല. എന്നോട് എന്റെ ഉമ്മ പറഞ്ഞു, മോനെ നീ കൊച്ചു കുട്ടിയാകുന്ന സമയത്ത് നിന്റെ സ്വഭാവം എന്താണെന്നറിയോ? പ്രസവിച്ചിട്ട് 3 മാസം കഴിയുന്നത് വരെ നിന്റെ സ്വഭാവം ഈ പകല് നല്ലോണം, രാത്രി കണ്ണ് ചെയ്യൂല. അങ്ങനെ നിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു. സുബ്ഹാന ജല്ല ജലാലുഹു. അതെന്ത് ഉമ്മ പറയാൻ കാരണം എന്നറിയോ? ഞാനിങ്ങനെ രാത്രി ഉറക്കൊഴിച്ച് വയറ് കഴിഞ്ഞ് ഇനിയിപ്പോ ഇവിടുന്ന് വയറിപ്പോ 1 അരമണിക്കൂറോട് നിർത്തും. എന്നിട്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് ഓടണമെങ്കിൽ കൃത്യം 2 മണിക്കൂർ ഓടണം. രാത്രി ആയതുകൊണ്ട്. പകലാണെങ്കിൽ 3 മണിക്കൂർ വേണം. ട്രാഫിക് ജാം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ എന്താക്കാം, നിലമ്പൂരിലേക്ക് 2 മണിക്കൂർ ഓടിയാൽ മതി. ഞാൻ വീട്ടിലെത്തുമ്പോ സമയം എത്രയാകും? 2-2:30 മണിയാവും. സുബൈന്റെ ബാങ്ക് ഇപ്പൊ 5:30. എഴുന്നേറ്റ് നിസ്കരിക്കാൻ തൊട്ടടുത്ത പള്ളിക്ക് ജമായത്തിന് പോണില്ലെങ്കിൽ പിന്നെന്തൊരു മോചാരാ, പിന്നെന്തൊരു മുസ്ലിമാ? ജമായത്തിന് പള്ളിയിലെത്തണം. ഞാൻ ജമായത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ നേതൃത്വം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഞങ്ങളുടെ സ്ഥാപനമുണ്ട്, മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ. 1500ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിൽ 100 ചില്ലാനും മുത്തഅല്ലിമീങ്ങളാണ്. ആ മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തി കൊടുക്കാൻ രാവിലെ 6 മണിക്ക് പള്ളിയിലെത്തണം. 6:30 മണിക്ക് കുട്ടികൾ കിതാബ് പോയിട്ട് വരും, കുട്ടികൾക്ക് ഓതി കൊടുക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും ചെയ്യാം. അപ്പോ ഉറക്ക് വളരെ കുറവാണ്. അപ്പൊ എന്റെ അമ്മ പറഞ്ഞത്, എനിക്ക് ഇപ്പോഴായിട്ട് എന്റെ ഉറക്കില്ലായി, ഈ കുട്ടിയായിട്ട് തന്നെ രാത്രി ഉറങ്ങണില്ല. അള്ളാ, പക്ഷെ ഇപ്പൊ നമ്മൾ ഉറക്കൊഴിച്ചതിന് ഉമ്മ ഉറങ്ങാതൊക്കെ നമ്മ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളെല്ലാ ഉമ്മാരും പൊരുത്തം നമുക്ക് അള്ളാഹു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി ഉറക്കില്ല മക്കൾക്ക്, കൊച്ചുകുട്ടിക്ക്. പിന്നെ പകൽ മുഴുവനും കുട്ടികൾ ഉറങ്ങാം. ഉമ്മക്ക് ഉറങ്ങാനോട്ട് പറ്റൂല രാത്രി. അങ്ങനെ എത്ര നമ്മൾ ഉമ്മാരെ കഷ്ടപ്പെടുത്തി. ആ കഷ്ടപ്പെട്ട് ഓമനിച്ച് താലോലിച്ച് നമ്മെ പോറ്റി വളർത്തിയ ഉമ്മ സക്കറാത്തിന്റെ അവസ്ഥയിലേക്ക് അങ്ങോട്ട് നീങ്ങുമ്പോൾ
എടോ ഒരു മുസ്ലിമായ മനുഷ്യ, നിന്റെ ഉപ്പയുടെ മരണവെപ്രാളത്തിനടുത്ത് നിനക്ക് എന്ത് ചെയ്യാനുണ്ടോ? എന്ത് ചെയ്യാനുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ മുത്തുനബി പറഞ്ഞു, ഇഖ്റഉ മൗതാകും സൂറത്ത യാസീൻ, മരണമാസന്നമായിട്ട് യാസീൻ ഓതടോ. എന്റെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മക്കൾ കൂടിയിട്ട്, മദ്രസയിൽ ഉസ്താദ് ഓടി വന്നു, മൂപ്പര് കൂടിയിട്ട്, സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകർ വന്നു, അവരും കൂടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശൈത്താൻ അവിടെ നിന്ന് പോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മലക്കുകൾ വന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ വെച്ച് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ശബ്ദം ഖുർആൻ ഓതുന്ന ശബ്ദമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് അല്ലാഹു സന്തോഷിക്കുന്നു. അല്ലാഹു സന്തോഷിക്കുന്ന കാര്യത്തിൽ റസൂലുള്ളാഹി സന്തോഷിക്കുന്നു. അല്ലാഹും റസൂലും സന്തോഷിക്കുന്ന വിഷയം മലക്കുകൾ സന്തോഷിക്കുന്നു. അമ്പിയാക്കൾ ഔലിയാക്കൾ സന്തോഷിക്കുന്നു. അവരൊക്കെ സന്തോഷിക്കുന്ന സമയം വാപ്പ മരിക്കാൻ കിടക്കുമ്പോ നമ്മൾ യാസീൻ ഇങ്ങനെ ഓതുക. അപ്പൊ വാപ്പാന്റെ കൽബിൽ യാസീനുണ്ട്, വാപ്പി നമ്മളൊപ്പം ഇങ്ങനെ കൽബിൽ ഇങ്ങനെ യാസീന്, നമ്മൾ യാസീൻ ഇങ്ങനെ ഓതുമ്പോ വാപ്പാന്റെ കൽബിൽ യാസീനുണ്ട്, ഉമ്മയുടെ കൽബിൽ യാസീനുണ്ട്. അവർ നമ്മളെ യാസീന്റെ ഒപ്പം ഇങ്ങനെ കേട്ടിട്ട് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു രംഗം ഇതല്ലേ ഒരു മുസ്ലിമിന് വേണ്ടത്? ഓ പ്രിയപ്പെട്ട സഹോദരി, ഉമ്മ, നിന്റെ മകൻ വഹാബിയായാല് നീ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ ആളുകൾ കൂടിയിട്ട് യാസീൻ ഓതുമ്പോ നിന്റെ മകൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഓതല്ല, ഇവിടെ ഓതാൻ പറ്റൂല, തർക്കായി ഓതും ഓതണ്ട, ഓതും ഓതണ്ട. പോയ ഇബ്ലീസ് ഉമ്മാന്റെ ചങ്കിക്ക് തന്നെ. എടോ, കെലിമ ചൊല്ലി മരിക്കുന്നിടത്ത് ഉമ്മാനെ അനുവദിക്കാത്ത മക്കൾ നമുക്ക് വേണോ? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് ചെറിയ കാര്യമാണോ സഹോദരങ്ങളെ? ഇത് ചെറിയ കാര്യമാണോ? ഇത് നമ്മൾ തമ്മിലുള്ള തർക്കം പറയാമോ? വഹാബികളും നമ്മൾ തമ്മിലുള്ള തർക്കം, മൗദൂദിയും നമ്മൾ തമ്മിലുള്ള തർക്കം പാപ്പാന്റെ സ്വത്തോരിച്ച തർക്കമല്ല, നമ്മളെ ഭൂമി തർക്കമല്ല, നമ്മളെ രാഷ്ട്രീയ തർക്കമല്ല. ഇഷ്ടമുള്ള പാർട്ടിക്ക് ആർക്കാന്ന് വെച്ചാൽ വോട്ട് ചെയ്തോ. അതൊക്കെ ഓരോ ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് അനുവദിച്ച കാര്യമാണ്.